ഒച്ച വെക്കാതടേ. ആ വായിലുള്ളത് തുപ്പിയിട്ട് വർത്താനം പറയണ്ട സുലൈമാനെ. വായിലുള്ള തുപ്പിയാ വേണ്ട പേസ്റ്റിന്റെ ഗുമുമ പോലെ കാതർക്ക. പേസ്റ്റിന്റെ ടേസ്റ്റിനൊക്കെ എന്തൊരു സുഖ. തുപ്പാനാണെങ്കിൽ ഉമിക്കറി കൊണ്ട് പല്ലേച്ചാ പോരെ. ഈ കാതർക്കൊക്കെ ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഇവിടെ നിന്ന് ബണ്ടലെടുക്കാണ്ട് വേഗം കടയിൽ കണ്ട് വരണ ചെയ്യും. ചന്ദ്രേട്ട ഒന്ന് വേഗം ആവട്ടെ. ആ ആരാ ബാത്റൂമില്? ചന്ദ്രേട്ട ഒന്ന് വേഗം ഇറങ്ങ്. 6 മുതൽ 6:30 വരെ എന്റെ ടൈമല്ലേ മൊയ്തുണ്ണി? നിങ്ങൾ ഈ ടൈം നോക്കിയിരുന്നോ? ഇവിടെ മനുഷ്യർ തൂറാൻ മുട്ടിട്ട് കണ്ടുകൊണ്ടിരിക്ക. എനിക്ക് ഇനി അതിനേരം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടതാ. എന്തുവാണ് നീ ഇതൊരു പതിവാക്കിയിലൂടെ? ഞാനിപ്പം കുടിച്ചതാണേ. ചന്ദ്രേട്ടനാ എന്റെ ചായ കാതർക്കട കടന്നല്ലേ? പതിവ് തെറ്റിക്കണ്ട. രണ്ടിന് പോയില്ലേ ചത്തുപോകുന്നും പറഞ്ഞ് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് നിന്റെ മയ്യത്ത് കുളിയും കഴിഞ്ഞാണോ വരുന്നേ? തോന്നിയാസം പറഞ്ഞടാ. എന്നെ പന്ന പണിയാണോടാ കാണിച്ച പന്നി? പന്നീനെ വിളിച്ചടാ. കഴിഞ്ഞു കയറുന്നോടാ ഞാനിവിടെ. ഞാനിന്ന് ചങ്കിന് പിടിക്കുന്ന വിളക്ക് ഇതാക്കുന്ന ഞാൻ അടിച്ച വെറുതെ വിടുന്ന അവൻ ചത്തുപോടാ. കളിച്ച അടിച്ച കർണക്കുറ്റി അടിച്ചാൻ പോയിണ്ടും. അച്ചായ മാറ്. എന്തോളി നിങ്ങളെന്തേലും പറഞ്ഞോളി. നീ പോ. നീ പോ. നീ ബാത്റൂമിൽ പോ. ഓടാ. എന്താടാ നിങ്ങള് പറഞ്ഞോണ്ടാ ചന്ദ്രട്ട്? നിങ്ങള് പറഞ്ഞോണ്ട് മാത്രമേ വെറുതെ വിട്ട്. ഓനെ ഒന്നും ചെയ്യാണ്ട് വിട്ട് എല്ലാം കാണിച്ചു കൊടുക്കാൻ ഈ മൊയ്തുണ്ണി ആരാന്ന്. മൊയ്തുണ്ണി നീ ചായ കുടിച്ചേ. ചായ തണുത്തു പോകും. ും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മലപ്പുറത്ത് പോലീസുകാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി.
നിയമാനുസൃതമല്ലാതെ അവധിയെടുത്ത ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ ജമാലേ, ആടെന്താ വേണ്ടേന്ന് നോക്കിയേ. ഇവിടുന്ന് ക്ലാസ് എടുത്തില്ലടോ. അവിടെ വാസുവിന് ചൂടുവെള്ളം കൊടുക്ക്. എന്നിവരാണ് മരിച്ച 2 പേർ. മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപകടത്തിൽ ഹലോ കഫ്റ്റേരിയ. ആ 4-1 പാനീക്കം. സുലൈമാനെ 4-1 പാനീക്കം. ആ ഇലക്ട്രോണിക്സ് കടയില് 4-1 പാനിക്കം. മാരുതിക്കാരും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. കൂത്തുപറമ്പ് കോട്ടകം എന്തൊക്കെയുണ്ട് രമേശ നാട്ടിലെ വിശേഷങ്ങള്? വീട്ടിൽ അച്ഛനും അമ്മക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ പിന്നെ കാതർക്ക നാട്ടില് ഭയങ്കര മഴയാട്ടോ. ഇവിടെയാണെങ്കി ഭയങ്കര ചൂടും. പിന്നെ വാസുവേ, ഈ നിക്കണത് പഴയ രമേശനല്ല, പുയാപ്പിള രമേശനാ. ഇരുന്ന് നടുവടിയെന്നല്ലാതെ ഇനിയുള്ള കാലം ഈ പണി കൊണ്ട് യാതൊരു കാര്യമില്ല ചെല്ലപ്പേട്ടാ. ജനിച്ചു പോയില്ലേടോ, ജീവിക്കണ്ടേ? പെണ്ണും പിള്ളയ്ക്കും പിള്ളേർക്കും കഞ്ഞി കുടിക്കണ്ടായോ? ആഗോളവൽക്കരണം വരുമ്പോ ആലോചിക്കണായിരുന്നു. അനുഭവിക്കണോ, അനുഭവിക്ക്. എന്താ കാർക്ക കത്തില് വിശേഷങ്ങള്? വിശേഷങ്ങളേ ഉള്ളു ചന്ദ്ര. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങള്, തീർത്താലും തീരാത്ത ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയാ കത്തില്. ഇവിടെ പണം കായ്ക്കണ മരണ്ട് എന്നാ നാട്ടിലുള്ളവരെ വിചാരം. അവർക്ക് നമ്മള് ഗൾഫുകാരല്ലേ. ചന്ദ്രനറിയോ, ആദ്യം അതൊക്കെ ഓള കത്തില് എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെല്ലണമെന്നായിരുന്നു. അന്നൊക്കെ കത്ത് വായിക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. പുതുക്കം മാറാത്ത ദാമ്പത്യം, ആശ തീരാത്ത മനസ്സിന്റെ പെടച്ചില്, കാത്തിരിപ്പിന്റെ വേദനയിൽ ചാലിച്ച് കണ്ണീരിട്ടിയ കത്താണേലും നമ്മളെ കാത്തിരിക്കാനൊരാളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖമായിരുന്നു. ഇപ്പോഴോ ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക നിരത്തി ഒരു തരത്തിൽ പറഞ്ഞാ ഇപ്പോഴൊന്നും ചെല്ലണ്ടെന്നാവും. വയസ്സായില്ലേടോ. എന്താ അത് കാതർക്ക, വിഷമിക്കാതെ. ഒന്ന് ആലോചിച്ചാ നാട് വിട്ട് ഇവിടെ എത്തിയ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാ. മനസ്സും ശരീരവും തളരാതെ നോക്കുക, അല്ലാതെ നമുക്കെന്താ ചെയ്യാനാവുക? ഏയ് ഒന്നുമില്ല. ചെലപ്പോ ഈ കിളവൻ അങ്ങനെയാ. എടാ അൻവറേ, എന്താ എന്തൊരു ഞാനൊരു സ്വപ്നം കണ്ടതാ. പ്രവാസിയുടെ കൂടപ്പറപ്പല്ലേ സ്വപ്നം. പാവപ്പെട്ടവന് സ്വപ്നം കാണാനല്ലേ പറ്റൂ. സ്വപ്നത്തിന് കാശ് കൊടുക്കണ്ടല്ലോ. നിങ്ങളൊരാളെ ഇവനെ വഷളാക്കുന്ന. പകല് മുഴുവനുള്ള പെണ്ണുങ്ങള് വായു നോക്കി നടന്ന് രാത്രി മനുഷ്യന്റെ ഉറക്കം ഇല്ലാണ്ടാക്കി. ബാക്കിയുള്ളവർക്ക് ഔവസുബയ്ക്ക് പണിക്ക് വേണ്ടതാ. കണ്ടോട്ടെടോ മൊയ്തുണ്ണിയെ, ഇപ്പോഴേ ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റൂ. കാലം കുറെ ചെല്ലുമ്പം ഉറക്കുണ്ടാവില്ല. തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കന്നെ. ഇന്നിപ്പോ കിനാവൊന്നും കാണുന്നത് എന്നുള്ള പ്രാർത്ഥനയാണ്. കാണുന്നതൊക്കെ പേടിപ്പെടുത്തുന്ന കിനാവുകളാണ്. എന്തൊക്കെയുണ്ട് മൊയ്തുണ്ണിക്ക? എന്തൊക്കെ ഉണ്ടെന്ന് കാട്ടാൻ അയച്ചു നോക്കണോ? എന്താ നോക്കണോ? അതല്ല. ഏതല്ലേ? അതല്ല മൊയ്തുണ്ണിക്ക, സുഖാണോന്ന് ചോദിക്കായിരുന്നു. സുഖം, ഭയങ്കര സുഖല്ലേ. കണ്ടില്ലേ അട്ടത്തിട്ട കൊട്ടത്തേക പോലെ ചുരുണ്ട് 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 പോന്നെ. ഈ കൊടും ചൂടില് പണിയെടുത്ത് തളർന്നത് തലയാക്കാൻ വരുമ്പോഴാ അതിന്റെ ഒരു ഒടുക്കത്തെ പണ്ടാരക്കിനാവ്.
ചുറ്റി കണ്ട പെണ്ണിന്റെ വായിൽ നോക്കി നടന്ന് വേറെ പണിയൊന്നും ഇല്ലാണ്ട് പാണ്ടാരം ഉറക്കില് പാറ്റോടെ ഞങ്ങൾ ആ രാത്രി ഉറക്കിന് പാറ്റിടുന്ന അങ്ങനെ ഒരു വാക്കില്ലല്ല. ഇല്ലല്ലോ അല്ലേ? ഇന്നാ ഇല്ലാത്തത് ഉണ്ടാക്കുക, അതാണ് മൊയ്തുണ്ണി. ഞമ്മള് പോതാ മോനെ, ഞമ്മള് ഈ മൊയ്തുണ്ണിക്കാട് ഒരു കാര്യം. ഹലോ കഫ്റ്റേരിയ. ആ പറയേ. ആകെ കൂടി ഞാനൊരു സുലൈമാനല്ലേ ഉള്ളൂ. ഇജൊന്ന് സബുറാക്കടോ. നിങ്ങൾ 4 ആൾക്ക് 4 തരം ചായ. നിങ്ങൾക്കൊക്കെ സാധാ ചായ കുടിച്ചാ പോരെങ്ങായി? സിനിമ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കാണ്ട് ഇജാ ടേബിളൊക്കെ തുടക്കേങ്ങായി. അതിവിടെ പറഞ്ഞതാ. 4 മണിയാവുമ്പോഴേക്കും പിന്നെ ചായക്കുള്ള മുറവിളിയാ. ആ 10 സുലൈമാനിയെ കാതർക്ക് എവിടെ പോയി സുലൈമാനിക്കാ? മൂപ്പർക്ക് ആളുകളെ സഹായിച്ചില്ലേ ഉറങ്ങാൻ പറ്റൂലേ. ദാ വയ്യേ പോകുന്നവരെയും കടയിൽ ചായ കുടിക്കാൻ വരുന്നവരെയും പിടിച്ചു വെച്ച് മൂപ്പര് സഹായിച്ചോളി. സഹായിച്ചു കൊടുക്കും. മൂപ്പര് റോഡുമലാവുമ്പം തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല ജമാല്. ഇപ്പൊ പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിക്കല്ലേ? ഈ ബിൽഡിംഗ് ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കാം. അതാലോചിക്കുമ്പോ കടയല്ല കപ്പല് മുങ്ങിയാലും മൂപ്പർക്കൊരു അനക്കം ഉണ്ടാവില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറഞ്ഞ പോലെ കാദർക്കാന്റെ സ്ഥിതി. എടാ അൻവർ, ഇതിനൊക്കെ ഫോൺ നാട്ടിൽ നിന്നാന്ന് തോന്നുന്നു. അതാ വരുന്നു. ഹലോ, ആ ഞാനും പറ. ആ ഏ അതെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ആ ശരി. ആരാ അൻവറേ? അതൊരു ഫ്രണ്ടാ നാട്ടിൽ നിന്ന്. കാതർക്ക ശ്രദ്ധിച്ചോ അവനെ? എന്തോ ഒരു പന്തികേടില്ലേ? 1-2 തവണ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. എടാ ജോജി, നീ അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ? ആരാ അവനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നിന്ന് വിളിക്കുന്നതെന്ന് നിനക്കറിയാതിരിക്കില്ലല്ലോ. സത്യമായിട്ട് എനിക്കറിയില്ല സിസ്ക. ഇനി വീട്ടിൽ നിന്ന് എങ്ങാനായിരിക്കൂ? ഏയ് ഇതൊക്കെ ഞാൻ അറിയൂലേ. വീട്ടിൽ നിന്നാണെങ്കിൽ അവൻ നമ്മുടെ മുമ്പിൽ തന്നെ പരുങ്ങുന്നത്. പിന്നെ ആരായിരിക്കും? ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. മനുഷ്യന്റെ മനസ്സല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് അവനാനും പഠിച്ചവനും മാത്രമേ അറിയൂ.